If I was young, I'd flee this town. I've buried my dreams underground. As did I, we drink to die, we drink tonight. Far from home, elephant guns, let's take them down one by one. Sit alive. Do you feel small? Do you feel paralyzed? A product of the things you've analyzed. Criticize to bear the weight of all you've realized. Beneath it all, do you feel minimized? How far higher than the mountains we were never meant to climb? How far സർവശക്തനായ ദൈവമേ, ഇന്നേ ദിവസം മനസ്സമ്മതത്തിലേക്ക് കിടക്കുന്ന പാവമാരെ രണ്ടുപേരെയും ഞങ്ങൾ അങ്ങനെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, ഈ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും ഞങ്ങളോട് ചേർന്നിരിക്കുന്നവരെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും ഇവരെയും സമർപ്പിക്കുന്നു. അതോടൊപ്പം ഇന്നു മുതൽ ഈ കുടുംബത്തിന്റെ ഭാഗമായി തീരാൻ പോകുന്ന രണ്ട് കുടുംബങ്ങളെയും ഞങ്ങൾ അങ്ങനെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു. യേശുവെ, തുടർന്നുള്ള ഇവരുടെ ജീവിതത്തിൽ വിജയവും സ്നേഹവും സമാധാനവും അങ്ങ് പ്രദാനം ചെയ്യണമേ. പരിശുദ്ധമേ മാതാവേ, അങ്ങേ മാധ്യസ്ഥം എന്നും ഈ കുടുംബത്തിന് മേലുണ്ടായിരിക്കണമേ. നിത്യപിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദർ ശുദ്ധീകരണ കർമ്മത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവരക്കാരന്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിൻ എന്നവർ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവരക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മനവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. Lately I've been losing these nights. One more heartbreak and I'm done with this. Shadows on the ceiling, they don't fight, but I still argue for the hell of it. I'm trying my hardest now, I feel you reaching now. I don't wanna be the one that's always on the edge. You found me all messed up, you found me down on my luck, so lost. But then I woke up in love. When I was chasing highs, you went and saved my life. You picked me up, thank God I woke up in love with you. Thought I was lost, but then I woke up in love with you.
in love. Sometimes all those dark days, they try to find me, but that's when I lean on you. Whatever happens, my trouble's behind me, 'cause your love's gonna see me through. Nothing can bring me down, I feel you reaching now. You're pulling me back when I'm about to reach the edge. You found me all messed up, you found me down on my luck, so lost. But then I woke up in love when I was chasing highs. You went and saved my life, you picked me up. Thank God I woke up in love with you. Thought I was lost, but then I woke up in love with you. Thought I was lost, but then I woke up in love. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, മംഗല്യ കർമ്മത്തിനായി ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോമിയെയും അവലെയും തിരഞ്ഞെടുക്കുവാൻ തിരുമനസ്സായ അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരസ്പരം വിവാഹ വാഗ്ദാനം ചെയ്യാൻ പോകുന്ന ഇവരെ ആശീർവദിക്കണമേ. പരസ്പര ധാരണയിലും ഐക്യത്തിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും അന്യോന്യം താങ്ങും തണലുമായി വ്യാപരിക്കുവാനും വേണ്ട പ്രസാദവരം ഇവർക്ക് നൽകണമേ. ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അവസാന ദിവസം അങ്ങേ നേരിൽ കണ്ട് ആനന്ദിക്കുവാനുള്ള അനുഗ്രഹം പ്രദാനം ചെയ്യണമേ. സകലത്തിന്റെ നാഥ എന്നേക്കും. അങ്ങയുടെ പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. അങ്ങയുടെ പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. കർത്താവെ, ഞാൻ അങ്ങയെ തേടി വരുന്നു, നിയമം ലംഘിക്കുവാൻ എന്നെ അനുവദിക്കരുതേ. അങ്ങയുടെ പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ അങ്ങയുടെ നിയമത്തിൽ അനുസരിക്കും. അങ്ങയുടെ പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. അങ്ങ് വാഴ്ത്തപ്പെട്ടവനാവുന്നു. അങ്ങയുടെ കൽപ്പനകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. നിയമങ്ങൾ ഞാൻ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. സമ്പത്തിലുമുപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. അങ്ങയുടെ കൽപ്പനകളെ പറ്റി ഞാൻ ധ്യാനിക്കുന്നു. അങ്ങയുടെ മാർഗങ്ങളെ പറ്റി ഞാൻ ചിന്തിക്കുന്നു. അങ്ങയുടെ പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. അങ്ങയുടെ പ്രമാണങ്ങളിൽ ഞാൻ ആനന്ദിക്കും. അങ്ങയുടെ വാക്കുകൾ ഞാൻ വിസ്മരിക്കുകയില്ല. അങ്ങയുടെ പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സഹോദരരെ, സരോണിലെ പുഷ്പം താഴ്വരയിലെ ലില്ലിയാകുന്നു. മുള്ളുകളുടെ ഇടയിൽ ലില്ലി എന്ന പോലെ ആണ് കന്യകകളുടെ മരുടെ ഇടയിൽ എന്റെ ഓമന. കൂട്ടുമരങ്ങളുടെ ഇടയിൽ ആപ്പിൾ വൃക്ഷം പോലെയാണ് യുവജനങ്ങളുടെ മധ്യേ എന്റെ പ്രിയൻ. അതിന്റെ നിഴലിൽ ആനന്ദപൂർവ്വം ഞാൻ വിശ്രമിക്കുന്നു. അതിന്റെ പഴം എനിക്ക് മാധുര്യപൂർണമത്രേ. വിരുന്നുശാലയിലേക്ക് അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടുവരുന്നു. സ്നേഹപാത എന്റെ മേൽ പിടിക്കുന്നു. ഞാൻ സ്നേഹപരവശനാകിയാൽ മുന്തിരി തടത്തിൽ നിന്ന് എന്നെ ശക്തിപ്പെടുത്തുവിൻ. ആപ്പിൾ പഴങ്ങൾ തന്ന് എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യുവിൻ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഞങ്ങൾ നിർവഹിക്കാൻ പോകുന്ന വിവാഹ വാഗ്ദാനത്തിൽ മരണം വരെ വിശ്വാസത്തോടും സന്തോഷത്തോടും കൂടെ ഉറച്ചു നിൽക്കാൻ അത്യാവശ്യമായ അനുഗ്രഹത്തിനായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ വിവാഹബന്ധത്തിൽ ഏർപ്പെടുവാൻ പോകുന്ന ജോമിയെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവെ ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവർ ചെയ്യാൻ പോകുന്ന വിവാഹ ഉടമ്പടിയിൽ മരണം വരെ ഉറച്ചു നിൽക്കുവാൻ കർത്താവെ സംശയങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും അതീതമായി ജീവിക്കുവാൻ, എപ്പോഴും സ്നേഹത്തോടെ ജീവിക്കുവാനും മാതൃകാപരവും സുഹൃത്ത സമ്പന്നവുമായ ക്രിസ്തീയ ജീവിതം അന്തിം വരെ നയിക്കുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. കാനായിലെ കല്യാണ വിരുന്നിൽ പങ്കെടുത്ത് ഒരത്ഭുതം തന്നെ പ്രവർത്തിച്ചുകൊണ്ട്
വധുവന്മാരെ അനുഗ്രഹിച്ച കർത്താവേ, ഇവരെയെല്ലാം ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. സന്തോഷത്തിലും സമാധാനത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ജീവിതാന്ത്യം വരെ ഒരുമയിൽ വർദ്ധിക്കുവാൻ ഇവരെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ഇത്രയും ദയുള്ള മാതാവേ, Staring at the bottom of your glass, hoping one day you'll make a dream last. But dreams come slow when they go so fast. You see when you close your eyes, maybe one day you'll understand why everything you touch surely dies. But you only need the light when it's burning low. Only miss the sun when it starts to snow. Only know you love her when you let her go. Yeah, yeah. Only know you're being high when you're feeling low. Only hate the road when you're missing home. Only know you love her when you let her go. Staring at the ceiling in the dark, the same old empty feeling in your heart. 'Cause love comes slow when it goes so fast. You see her when you fall asleep, but never to touch and never to keep. 'Cause you loved it too much and you dive too deep. Oh, where you only need the light when it's burning low. Only miss the sun when it starts to snow. Only know you love her when you let her go. Yeah, yeah. Forever seems like a long time, but nothing seems like a long time when I am with you. I feel like I'm walking on water since the day that I asked your father to let go of his daughter. So give me your blessing, sir. I'll give her all that I've got. It doesn't look like much, but it sure feels like a lot. Let her take my heart and take my hand. Take my heart and take my hand. Take my heart and take my hand again and again. Right where we stand. I never really know what love is, but whatever it is, I feel it in your kiss. You waltzed in like somebody planned it all. I feel right where I belong. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശുദ്ധ കുരിശിന്റെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എന്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ
ദിവ്യഗാനമേ പരിശുദ്ധാത്മാവേ നീയേഴും നള്ളി വരണമേ എന്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഉറപ്പിക്കുന്ന ഈ വിവാഹ ഉടമ്പടിയിൽ അങ്ങ് സംപ്രീതനാകണമേ. ഇതുവഴി ഒന്നുചേരാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട എബിനെയും അഖിലയുടെയും ഹൃദയങ്ങളെ എന്നും ഒരുമയിൽ നിലനിർത്തണമേ. ഇവർ ചെയ്യുന്ന ഉടമ്പടിയിൽ വിശ്വസ്തരായി നിലനിൽക്കുന്നതിന് ഇവരെ അനുഗ്രഹിക്കണമേ. ഇവരുടെ ഹൃദയങ്ങളെ അങ്ങയുടെ ചൈതന്യം കൊണ്ട് നിറയ്ക്കണമേ. പരസ്പര ധാരണയിലും സ്നേഹത്തിലും ഇവരുടെ കുടുംബാംഗങ്ങളെ വളർത്തുകയും ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ബൈബിൾ വായിക്കാം. അവതാരം ചെയ്തവനേ കൈകൂപ്പി വണങ്ങിടാം. കർത്താവേ ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ. കർത്താവേ ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ. ഞങ്ങളിൽ നിൻ സുവിശേഷം ഭൂമിരണം ചൊരിയട്ടെ. ഞങ്ങളിൽ നിൻ സുവിശേഷം ഭൂമിരണം ചൊരിയട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 15 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. പിതാവും പരിശുദ്ധാത്മാവ് ത്രിയേകത്തെയും ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു എന്ന് പറയുന്നു. കരുണവാനായ തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് നൽകിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്മകളെ ഓർത്ത് യേശുവെ ഈ സമയത്ത് ഞങ്ങൾ ഒന്നുചേർന്നതിനെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കരുണവാനായ യേശുനാഥ, വിവാഹം എന്ന ഉടമ്പടിയിലൂടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഞങ്ങളുടെ എബിനെയും അഖിലയെയും പ്രത്യേകമായിട്ട് ഈശോയെ നിന്റെ തിരക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, നമ്മൾ വചനത്തിൽ വായിച്ചു കേട്ടതുപോലെ എന്നും സ്നേഹത്തിൽ നിലനിർത്താനായിട്ടുള്ള അനുഗ്രഹം, ആശീർവാദം ഇവർക്ക് നൽകി അനുഗ്രഹിക്കണമേ. വിശ്വാസത്തില് സന്തോഷത്തോടെ സ്നേഹത്തോടെ പരസ്പരം സ്നേഹിച്ച് കുടുംബജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള അനുഗ്രഹം നൽകി കാരുണ്യവാനായ യേശുനാഥ ഇവരെ അനുഗ്രഹിക്കണമേ. ഈശോയെ, ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ തിരുക്കർമ്മങ്ങളെയും പ്രത്യേകമായിട്ട് ഞങ്ങൾ നിന്റെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. യേശുവെ, ഞങ്ങളുടെ ജീവിതത്തെപ്പറ്റി നിന്റെ പദ്ധതിയുണ്ട്. ആ പദ്ധതി അനുസരിച്ച് ഞങ്ങൾ ജീവിക്കുവാനായിട്ട്, ഞങ്ങൾ സംസാരിക്കുവാനായിട്ട്, ഞങ്ങൾ ചിന്തിക്കുവാനായിട്ട് കാരുണ്യവാനായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇന്നത്തെ യാത്രയെ, ഇന്നത്തെ പള്ളിയിലെ തിരുക്കർമ്മങ്ങളെ, അതിനുശേഷമുള്ള ഭക്ഷണത്തെ എല്ലാം ഈശോ നിന്റെ കരങ്ങളിൽ പൂർണ്ണമായിട്ട് ഞങ്ങൾ വിട്ടുതരുന്നു. യേശുവെ, ഇതുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളെ അനുഗ്രഹിച്ചു. അതുപോലെ തുടർന്നും ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിന്റെ നിരവധിയായ അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. I never really know what love is, but whatever it is, I feel it in your kiss.
waltzed in like somebody planned it all. I feel right where I belong. My knees are weak, my heart is strong. So give me your word and I'll give you all I got. No, we don't have much, but it sure feels like a lot. So take my heart and take my hand. Take my heart, take my hand. Take my heart and take my hand again and again. Right where we stand. Take my heart and take my hand. I'll be your lover and I'll be your friend. Take my heart and take my hand again and again. Right where we stand. Too good to be true. I wanna spend my life with you. I wanna spend my life with you. Too good to be true. Wanna spend my life with you. Wanna spend my life with you. I'll be forever by your side. I'll be the safest place for you to hide. Your love makes me feel alive. I'll be forever by your side. I'd swim across the ocean wide. I'd climb the tallest mountain high. I'd wait for years to pass me by. I'd do anything to be by your side. I'll never give up. Through the fire, through the fire. I'll never give up. Always be by your side. I'll never give up. Through the fire, through the fire. I'll never give up. Always be by your side. I'd run down every road I find. I'd walk with you in darkest nights. Leave everything I know behind. Do anything to be by your side. I'll never give up. Always be by your side. I'll never give up. Through the fire, through the fire. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അവന്റെ ജീവിത പങ്കാളിയാകാൻ തെരഞ്ഞെടുത്ത റബാക്കായി അനുഗ്രഹിച്ച കർത്താവെ, വിവാഹ വാഗ്ദാനത്തിനായി തിരുമുമ്പിൽ അണിഞ്ഞിരിക്കുന്ന ഈ ദാസരെ സ്വതന്ത്ര മനസ്സോടും തികഞ്ഞ സന്തോഷത്തോടും കൂടെ വിവാഹ വാഗ്ദാനം നടത്താൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായ എന്നേക്കും. കർത്താവ് നല്ലവനാണ് നിങ്ങൾ അനുഭവിച്ചറിയുവിൻ. ഇസ്ഹാക്കിന് ഭാര്യയെ കണ്ടെത്താൻ വഴിയൊരുക്കിയ കർത്താവെ, വിവാഹ വാഗ്ദാനത്തിന് അണഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. ധനികർ ദരിദ്രരാകാം, വിശന്നു വലയാം, കർത്താവിനെ തേടുന്നവർക്കോ നന്മകൾക്കൊന്നും കുറവുണ്ടാവുകയില്ല. ജീവിതം ഇഷ്ടപ്പെടുകയും നല്ല ദിനങ്ങൾക്കായി കാംക്ഷിക്കുകയും ചെയ്യുന്നുവോ? അകൃത്യത്തിൽ നിന്നാകുന്ന നന്മ ചെയ്യുവിൻ, സമാധാനം തേടി അതിനെ പിന്തുടരുവിൻ. ഇസ്ഹാക്കിന് ഭാര്യയെ കണ്ടെത്താൻ വഴിയൊരുക്കിയ കർത്താവെ, വിവാഹ വാഗ്ദാനത്തിന് അണഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. അങ്ങ് നൽകിയിട്ടുള്ളത് എന്നാൽ പ്രകാശിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സ്വർഗ്ഗത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായിരിക്കും. ജീവനത്തെയും പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നയിക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരമൊന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാലനം സർവേശ, പരിപാലനം ബലവാനേ, പരിപാലനം മഹത്വേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവാദിയുമേ, അങ്ങയുടെ ജീവിതാലും തുല്യവുമായി കൽപ്പനകളുടെ മധുരസ്വരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരക്ക് പോയിരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ
നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുളികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഏറെ സ്നേഹം നിറഞ്ഞ വൈദികരെ, സ്നേഹമുള്ള കാഞ്ഞിരത്തിങ്കൽ ജോമി കുടുംബാംഗങ്ങളെ, ഇരിക്കൽ ഇബിൻ കുടുംബാംഗങ്ങളെ, കാഞ്ഞിരമ്പാറയിൽ അമല, അഖില, വലിയൊരു ഇരട്ടി സന്തോഷത്തിന്റെ ദിവസമാണ് നമുക്ക് ഇന്ന്. ഒരു കുടുംബത്തിലെ 2 വ്യക്തികൾ ഒരുമിച്ച് വിവാഹിതരാകാൻ വേണ്ടിയുള്ള തമ്പുരാന്റെ സന്നിധിയിലുള്ള സമ്മതം പറയാനായിട്ട് ഒരു ദൈവാലയത്തിൽ നിൽക്കുന്നു. രണ്ടുപേരെയും കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ദൈവം അവരെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഘടകം. ഞാനും ഇടയ്ക്കൊക്കെ ഇത് ആരാന്ന് അറിയിച്ചില്ലാതെ ഞാനും വിഷമിച്ചിട്ടും. ഞാനിവിടെ കൊച്ചച്ഛനായിരുന്ന കാലത്ത് ഇവർക്ക് വീട്ടിലൊരു ഫോൺ ഉണ്ടായിരുന്നു. അന്ന് വാവാസ് എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ നമ്പർ ചെയ്തു. ഇത് ആരാ മെസ്സേജ് അയക്കുന്നത് സത്യം പറഞ്ഞാൽ അന്ന് നമുക്കറിയത്തില്ല. കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് 2 ഫോണൊക്കെ വന്നത്. എന്നിരുന്നാലും ഇന്നും ഒരുപക്ഷെ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഇവരിന്ന് മേക്കപ്പൊക്കെ ചെയ്ത് ഒരുങ്ങി നമ്മുടെ മുമ്പിൽ ആയിട്ടുണ്ട്. എന്നാലും ദൈവാലയത്തിന് എന്തായാലും നെറ്റിക്ക് ചെറിയൊരു പാടുള്ളത് കൊണ്ട്, അല്ലെ, ചെറിയൊരു കുരു വന്നതുകൊണ്ട് ഇന്ന് ഇവരെ അടുത്തു നിന്നാലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതാണ് അഖില. ഇന്നു മുതൽ അങ്ങോട്ട് ഇവര് ഒന്നിച്ച് നടന്നപ്പോൾ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ ഇനി അങ്ങോട്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം ഇനി അമല നടക്കുന്നത് ജോമിന്റെ കൂടെയും അഖില നടക്കുന്നത് ഇവന്റെ കൂടെയും. വിവാഹം എന്ന കൂദാശിയുടെ മുന്നൊരുക്കമായി മനസമ്മതം എന്ന ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ ദൈവാലയത്തിൽ അണയുമ്പോൾ ഇത്രയും കാലവും പ്രാർത്ഥിച്ച് ഒരുങ്ങിയതിന്റെ ഫലമാണ് നിങ്ങളെ പങ്കാളികളായി കണ്ടെത്തിയെടുക്കുകയും തിരഞ്ഞെടുക്കുകയും സമ്മതം ഏറ്റുപറഞ്ഞ് ഇന്ന് തമ്പുരാന്റെ സന്നിധിയിൽ നന്ദി പറയാൻ വേണ്ടി വന്നിരിക്കുന്നു. ഈ ഒരു അവസരത്തിൽ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ, തമ്പുരാനോട് ചേർത്ത് വയ്ക്കുമ്പോൾ, വിവാഹം എന്ന കുദാശയ്ക്ക് വേണ്ടിയുള്ള ഏറ്റവും അടുത്ത ഒരുക്കത്തിലായിരിക്കുമ്പോൾ, ഏറ്റവും തീക്ഷ്ണതയോടുകൂടിയുള്ള പ്രാർത്ഥനയുടെ ദിനങ്ങളിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ ആശംസകളും പ്രാർത്ഥനകളും നേരാൻ മാത്രമാണ് ഞങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇന്ന് വചനത്തില് വായിച്ചു കേട്ടതുപോലെ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. വിവാഹ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മാഹാത്മ്യം എന്ന് പറയുന്നത് ഒരു ശരീരമായി തീരുകയും ഒരു മനസ്സായി തീരുകയും പരസ്പരം തങ്ങളെ തന്നെ സ്നേഹിക്കുന്നത് പോലെ തന്റെ പങ്കാളിയും സ്നേഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വിവാഹം എന്ന കുദാശയുടെ ഏറ്റവും സുന്ദരമായ കാര്യം. നമ്മളെ എന്തായാലും സ്നേഹിക്കും, യാതൊരു സംശയവുമില്ല. അതിനേക്കാൾ വലിയൊരു സന്തോഷം മറ്റൊന്നില്ല എന്നുള്ളത് തന്നെ. അത് സന്തോഷം പങ്കുവയ്ക്കാനും സങ്കടം പങ്കുവയ്ക്കാനും ഒരാളെ കൂടി കൂട്ടുകെട്ടുക എന്നുള്ളത് ഏറെ അനുഗ്രഹദായകമായ ഒരു സമയമാണെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിക്കും. സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, നിങ്ങളുടെയൊക്കെ നല്ല വിവാഹ ജീവിതം കണ്ടിട്ടാണ് ഇവരും ഒരു വിവാഹം കഴിച്ചേക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇവരും മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇവരുടെ മാതാപിതാക്കന്മാരുടെ സഹോദരൻ ആൽബിന്റെ ഒക്കെ നല്ല കുടുംബജീവിതങ്ങൾ, ബന്ധുമിത്രാദികളിലൊക്കെ നല്ല കുടുംബജീവിതങ്ങൾ കണ്ട് അവരനുഭവിക്കുന്ന സന്തോഷവും സ്നേഹവും പങ്കുവയ്ക്കലുമൊക്കെ തങ്ങളുടെ ജീവിതത്തിലും അനുഭവിക്കണമെന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ഇവരും വിവാഹം എന്ന കുദാശയ്ക്ക് വേണ്ടിയുള്ള ഏറ്റവും അടുത്ത ഒരുക്കത്തിൽ ഇന്ന് അവിടെ ആയിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ നമുക്ക് ഇവർക്ക് നല്ല ആശംസകളും പ്രാർത്ഥനകളും നേരാം. ഇന്ന് ആശംസ നേർന്ന് പ്രാർത്ഥിച്ചേക്കാൻ തൊട്ടോ എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു പോകുന്നതിനെ കുറിച്ച്, മറിച്ച് ഇന്നു മുതൽ ഇവർ ആരംഭിക്കുന്ന തമ്പുരാന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് തങ്ങളുടെ സമ്മതം പറഞ്ഞ് തമ്പുരാന്റെ മുമ്പിൽ ഞങ്ങളിനി ഒന്നായിക്കൊള്ളാം എന്നുള്ള ഇവരുടെ തീരുമാനത്തെ ദൈവം ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കുകയും ഏറ്റവും കൂടുതൽ തമ്പുരാന്റെ കൃപ കൊണ്ട് നിറയ്ക്കുന്ന നല്ല ഒരു പുതിയ കുടുംബത്തിന് ജന്മം നൽകാനുള്ള, അതിൽ മുന്നേറുവാനുള്ള, മരണം വരെ ഒന്നിച്ച് സന്തോഷത്തിൽ ജീവിക്കാനുള്ള എല്ലാ കൃപകൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും ആശംസയുമാണ് നമ്മൾ ഇന്ന് നേരുന്നത്. സ്നേഹമുള്ള ജോമിൻ, അമല, എബിൻ, അഖില, നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയും ഞങ്ങളെല്ലാവരും നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത്, നിങ്ങളോടൊപ്പം ഞങ്ങൾ എന്നും ഉണ്ടാകും.
ഞങ്ങളുടെ പ്രോത്സാഹനമായിട്ട് എപ്പോഴും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങളുടെ സങ്കടങ്ങളിൽ നിങ്ങളെ ആശ്വസിപ്പിക്കാനായി ഞങ്ങളെന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അസ്വസ്ഥപ്പെടുന്ന, വിഷമിക്കുന്ന, തീരുമാനമെടുക്കാൻ അസ്വസ്ഥപ്പെടുകയൊക്കെ ചെയ്യുന്ന നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ഈ മാതാപിതാക്കന്മാരുടെയൊക്കെ ജീവിതത്തിലെ നല്ല നല്ല മാതൃകകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് കഴിയട്ടെ. വിഷമിക്കുന്ന സാഹചര്യം കണ്ടാൽ അതിനെ കണ്ണടച്ച് കളഞ്ഞേരെ. സന്തോഷിക്കുന്ന നിമിഷങ്ങളെ ഓർത്ത് അതിനെ കൂടുതൽ ഹൃദയത്തോട് ചേർത്ത് നിർത്തുവാൻ, തങ്ങളുടെ ജീവിതത്തിലും അതിനെ പ്രാവർത്തികമാക്കി മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കാഞ്ഞിരത്തിങ്കൽ കുടുംബാംഗങ്ങളും വരിക്കയിൽ കുടുംബാംഗങ്ങളും ഒക്കെ ഈ ദൈവത്തിലായിരിക്കുമ്പോൾ ഇവരെ പ്രതി ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും വലിയൊരു അനുഗ്രഹത്തെ തന്നെയാണ് നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നിങ്ങൾ കൂട്ടിക്കൊണ്ടു പോകുന്നത്. വലിയ സ്നേഹത്തിൻ്റെയും പരിഗണനയുടെയും സഹായത്തിൻ്റെയും കരുതലിൻ്റെയും സഹകരണത്തിൻ്റെയും ഒക്കെ വക്താക്കളായിട്ട് ഞാൻ ഇവരെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്, പ്രതിഷ്ഠിക്കുകയാണ്. ഇവരും നിങ്ങളുടെ കുടുംബത്തിലെ ഇന്നുള്ള നിങ്ങളുടെ സന്തോഷത്തെ ഒരു പടി കൂടി ഉയർത്തി കൂടുതൽ സന്തോഷമുള്ള നിങ്ങളുടെ കുടുംബങ്ങളെ രൂപപ്പെടുത്തുവാനായിട്ട് ഇവർക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് ഞാൻ ഇവിടെ ഉറക്കെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്നേഹമുള്ള അമല, അഖില, നിങ്ങളിന്ന് തിരിച്ച് രണ്ട് സൈഡിലേക്ക് ഇരുത്തിരിക്കുക. ഇനി കൂടെ ചേർത്ത് പിടിക്കാനായിട്ട് രണ്ടുപേരെ കൂടി ഞങ്ങളുടെ കുടുംബാംഗങ്ങളും ഞങ്ങളെല്ലാവരും കൂടി നിങ്ങൾക്ക് നൽകിയിരിക്കുകയും ഇതുവരെയും നമ്മുടെ വീട്ടിൽ പഠിച്ച നല്ല മാതൃകകളും നല്ല പരിഗണിക്കാനുള്ള മനോഭാവവും സ്നേഹിക്കാനുള്ള മനോഭാവവും സഹകരിക്കാനുള്ള നല്ല മനോഭാവവുമെല്ലാം ഈ കുടുംബങ്ങളിലും നമുക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് ഇവരുടെ കൂടെ ആയിരിക്കുമ്പോഴും നമുക്ക് അത്തരത്തിൽ ഇതുവരെയും ജീവിച്ചതിനേക്കാൾ ഒരു പടി കൂടി കൂടുതൽ സ്നേഹിക്കാൻ, കൂടുതൽ നന്നായി മുന്നേറുവാൻ, അത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ച് മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് കുടുംബങ്ങൾ രൂപം കൂടുന്ന അതിനുവേണ്ടിയുള്ള തമ്പുരാന്റെ സന്നിധിയിലെ ഈ സമ്മതം പറയൽ ദിവസം നമുക്ക് ഇവർക്ക് വലിയ അനുഗ്രഹത്തിന്റെ ദിവസമായി മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. കുടുംബത്തിന് നല്ല കുടുംബം രൂപീകരിച്ച് നല്ല മക്കൾക്ക് ജന്മം നൽകി സഭയിലെ ഏറ്റവും അടിസ്ഥാന ശരിയായ കുടുംബത്തെ കൂടുതൽ ദൃഢപ്പെടുത്തുവാൻ നിങ്ങൾക്ക് രണ്ട് കുടുംബങ്ങൾക്കും സാധിക്കട്ടെ എന്ന്, രണ്ട് കുടുംബങ്ങളാകുന്ന വ്യക്തികൾക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവാനുഗ്രഹങ്ങൾ നേരുകയും ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹ വാഗ്ദാനം ചെയ്യാനായി തിരുമുമ്പിൽ അണഞ്ഞിരിക്കുന്ന അങ്ങയുടെ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ഇവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാനും അങ്ങേക്ക് പ്രീതികരമായ ജീവിതം നയിക്കുവാനും വേണ്ട അനുഗ്രഹം ഇവർക്ക് നൽകണമേ. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും കാത്തു സംരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ്. എവിൻ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ അഖിലയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? അഖില മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ എബിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾ ഈ വിവാഹ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാണ്. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ ജോൺ അമലയെ എന്റെ ഭാര്യയെ സ്വീകരിച്ചുകൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്തു. അമല മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ ജോണിനെ നിന്റെ പിതാവായി സ്വീകരിച്ചുകൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്തു. നിങ്ങൾ ഈ വിവാഹ വാഗ്ദാനത്തിന് സാക്ഷികളാണ്. വിവാഹ വാഗ്ദാനം നടത്തി നിങ്ങളെ മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ.
ഞങ്ങളുടെ അമ്മയായ തിരുക്കുടുംബത്തിന്റെ നാഥനായ ഞങ്ങളുടെ പിതാവായ പ്രാർത്ഥന ഇവിടെ സകലമാകട്ടെ. സകല വിശുദ്ധരുടെയും വിശിഷ്യ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാനസ്യം ഇവർക്ക് സംരക്ഷണവും സഹായവുമായിരിക്കട്ടെ. സ്വർഗ്ഗത്തിന്റെയും നാഥ എന്നേക്കും. അബ്രാഹത്തെയും സാറായെയും ഇസ്ഹാക്കിനെയും റബേക്കയെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും മുദ്രിതമാക്കട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടെ വിവാഹമെന്ന കൂദാശ കൈണയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എല്ലാവർക്കും നമ്മുടെ ഫംഗ്ഷനിലേക്ക് നമ്മൾ നമ്മൾ വളരെ കാത്തിരിക്കുന്ന ദിവസമാണ്. നമ്മുടെ വീടുകളിൽ മധുരമോടുകൂടി നമ്മൾ ആരംഭിച്ചു. ഇന്ന് ആ മനസ്സമ്മതം കഴിഞ്ഞ് അവർ പള്ളിയിൽ വെച്ച് ദൈവത്തിന് മുന്നിൽ വെച്ച് അവർ സമ്മതം മൊഴി. അപ്പൊ നമ്മൾ അവരെ കാത്തിരിക്കുകയാണ് കുറെ നേരമായിട്ട്. കഴിയുന്ന രീതിയിൽ എല്ലാവരും ചെറുതായിട്ട് സ്റ്റേജിലേക്ക് തിരിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ എന്താ പറയുക സ്പെഷ്യൽ ഗസ്റ്റ് ചീഫ് ഗസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ 4 പേര് സാധാരണ നമ്മൾ കല്യാണം കൂടെ പോകുമ്പോൾ 2 പേര് വിളിക്കും, ചെറുക്കനെ വെള്ളി. ഇത് 2 ചെറുക്കനും 2 ഞങ്ങൾക്കും ആദ്യത്തെ അനുഭവം തന്നെ. ഇപ്പൊ 2 കുടുംബക്കാരും കൂട്ടുകാരും കൂടെ വർക്ക് ചെയ്യുന്നവരും നാട്ടുകാരും എല്ലാവരും കാത്തിരിക്കുന്ന സുഹൃത്തുമാണ് ഇരട്ടപ്പിള്ളേരുടെ കല്യാണം എന്ന് പറയുന്നത്. വളരെ സന്തോഷമുള്ള സുഹൃത്തുമാണ്. ഞങ്ങൾക്കാണെങ്കിലും പെന്റെ പെങ്ങന്മാരാണെങ്കിലും ഞങ്ങൾക്ക് വളരെ സന്തോഷമൊക്കെ. അപ്പോ നമ്മൾ ഇത്ര നേരം കാത്തിരിക്കുന്ന ഏറെ ജോബി ചേട്ടനെ, അമലവാകനെ, അഖിലേയും എബിൻ ചേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇനിയിപ്പോ നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാവില്ലേ? ഞങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും ഇവിടെ ഇരിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതിൽ ഏതാണ് അഖില, അല്ലെങ്കിൽ ഏതാണ് അമല, അല്ലെങ്കിൽ അമലയുടെ ചെറുക്കനേതാ, അഖിലയുടെ ചെറുക്കനേതാണ്? നിങ്ങൾക്ക് ഇനി അച്ഛൻ പറഞ്ഞതുപോലെ ഇനി മുതൽ നിങ്ങൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇനി അടുത്തടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് പരിചയപ്പെടുകയല്ലേ നിങ്ങളുടെ ഇടതുവശത്ത് നിൽക്കുന്നത്. ഇതിപ്പോ ഈ സൈഡിൽ പരിചയപ്പെടാം. ഈ സൈഡിൽ നിൽക്കുന്നത് എബി, അതിൽ നിൽക്കുന്നത് അഖില, അതിലേക്ക് നിൽക്കുന്നത് അമല, അതിലേക്ക് നിൽക്കുന്നത് ജോബി. ഇങ്ങനെയാണ് ഓർഡർ. നിങ്ങൾക്ക് ശ്രദ്ധിക്കണം. ഈ ഫോട്ടോ ഒക്കെ പറഞ്ഞ് വീണ്ടും സമയത്ത് പേര് മാറി പോകുന്നത്. ഈ സൈഡിൽ നിൽക്കുന്ന അഖിലയുടെ പോകും, ആ സൈഡിൽ നിൽക്കുന്ന അമലയുടെ പോകും. അച്ഛൻ ആന്റണി, അമ്മ എൽസി, ചേട്ടായി ആദിത്യനായി, പിന്നെ വൈഫ് ശ്രീമതി. അച്ഛൻ അമ്മ മേസി, അമ്മ മേസി ആൻഡോ,
അതുപോലെ സിബ്ലിങ്സ് ആയിട്ടുള്ള ഫാദർ അജയ് അമർ ഷൈജി. ലോകത്തിന്റെ പ്രകാശമായ ഈശോയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി ദൈവം ഇവ പോലെ ഇവരെ ഇതിന് പ്രശോഭങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നീ വരയ്ക്കാൻ വേണ്ടി മൂന്ന് താമരയെ വിളിക്കാം. But I can't help but fall when I look into your eyes. So blue, I love the hue, but more than that, I do love you. And every night I'm in bed, I fight to keep you from my mind. And almost every day, that's how I spend most of my time. It's true, there is no use, I can't escape the thought of you. So would you trust me to catch you at the bottom of the pool if I told you my whole heart that I loved you, that I loved you, that I loved you? But I'm afraid I'm scared of those romantic words you see. Ain't it ironic how those are just the songs I sing about my love? Do you really love me when I hear you whisper under your breath? So I just wish that you would you trust me to catch you at the bottom of the pool if I told you my whole heart that I loved you, that I loved you, that I loved you? But I'm afraid I'm scared
you at the bottom of the pool, if I told you my whole heart that I loved you, that I loved you, that I loved you. But I'm afraid I'm scared of those romantic words you see. Ain't it ironic how those are just the songs I sing about my lovely? Do you really love me when I hear you whisper under your breath? If I told you my whole heart that I loved you, that I loved you, that I loved you. But I'm afraid I'm scared of those romantic words you see. Ain't it ironic how those are just the songs I sing about my lovely? Do you really love me when I hear you whisper under your breath? River
up on my love. I know sometimes I'm slow to tell you it's no one else's fault but mine. If you don't know by the way I hold you, my heart's been yours this whole time. Oh, I hope I show it, just in case you need to know. I fall in love with you a little bit more, little bit more. Every time I think I've lost my way, I fall in love with you a little bit more, little bit more than before. Even on the days I'm not so sure, I fall in love with you a little bit more. Thought I knew every little thing about you. There's always more of you to learn. You try your best to show your worst, baby, you can rest assured I'll always be here for you, always be here for you. Oh, I hope I show it, just in case you need to know. I fall in love with you a little bit more, little bit more. Every time I think I've lost my way, I fall in love with you a little bit more, little bit more than before. Even on the days I'm not so sure, I fall in love with you a little bit more. Can't explain it and I don't know what to call it. All I know is I keep falling. I fall in love with you a little bit more, little bit more. Every time I think I've lost my way, I fall in love with you a little bit more, little bit more than before. Even on the days I'm not so sure, I fall in love with you a little bit more. Fall in love with you a little bit more. I fall in love with you a little bit more. Falling from your eyes, emptiness you cannot hide. Voices saying we can't cross the valley in between us. Oh, when everything is going